ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല മഴയാണ്. അപ്പം ഞാൻ ഈ മഴയത്ത് കുടയും ചൂടിയിട്ട് എവിടെയാണ് പോകുന്നതെന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലേ. നമുക്കിന്ന് കറി വെക്കാൻ കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ, വറവിന്. അപ്പം ഞാൻ ഇതൊന്ന് അമ്മേൻ്റെ അടുത്തേക്ക് പോവാണ്. അമ്മേൻ്റെ മുറ്റത്തൊരു സാധനമുണ്ട്, അത് പറിക്കാമെന്ന് വിചാരിച്ചിട്ട് പോവുകയാണ് കേട്ടോ. അപ്പം എന്താ സാധനം എന്ന് ഞാൻ കാണിച്ചു തരാം. ഈ ചീര കണ്ട, ഇതാണ് കേട്ടോ. അങ്ങനെ ഞാൻ ആ മഴയെ തന്നെ വേഗം ഓടിപ്പോയിട്ട് ഇതാ ആ ചീര മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാടൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ, കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അത് ഞാൻ വേഗം ഇങ്ങ് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആവശ്യമുള്ള ചീര കിട്ടിയിട്ടുണ്ട് കേട്ടോ. വീട്ടിലേക്ക് പോവാം. ഭയങ്കര മഴക്കാണ് ഞാൻ ചീര മുറിക്കാൻ പോയത്. അതുകൊണ്ട് തന്നെ ഫുള്ള് നനഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അമ്മ എന്നെ ചീത്ത പറയാ, മഴ കുറഞ്ഞിട്ട് അമ്മ പോയാൽ പോരേന്ന്. അങ്ങനെ വീട്ടിൽ പോയി ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് മഴ കുറഞ്ഞേരിതാ വീണ്ടും ചീര തപ്പി ഇറങ്ങിയിട്ടുണ്ടേ. അപ്പോൾ നമ്മളെ വീട്ടിൻ്റെ തൊട്ടപ്പുറത്തെ വളപ്പിൽ കുറച്ച് കണ്ടിനീന്ന് അമ്മ പറഞ്ഞിനെ. അങ്ങനെ ഞാനിത് അതും പോയിട്ട് പറിച്ചിട്ടുണ്ട്. ഇളയമി ഇത് എനിക്ക് പറിച്ചിരുന്നുണ്ട് കേട്ടോ അങ്ങാടുന്ന്. അപ്പോൾ കുറച്ച് ആ ചീര കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് മാത്രം വറവാക്കിയാൽ അങ്ങനെ ഒരുപാടൊന്നും ഉണ്ടാവില്ല. പിന്നെ അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് ചെറുപയർ ഇട്ടിട്ടാക്കാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ചെറുപയറില്ല. അപ്പോൾ ഞാനിത് അമ്മേൻ്റെ അടുത്ത് ചെറുപയർ എടുക്കാൻ വന്നിട്ടില്ലത്. അപ്പോൾ അമ്മേൻ്റെ അടുത്തുനിന്ന് കുറച്ച് ചെറുപയറും എടുത്തിട്ട് ചെറുപയറും ചീരയും കൂടെ വറവാക്കാം. അപ്പോൾ പോവാം. അമ്മയില്ല, അമ്മ പശുവിനെ കെട്ടാൻ പോയിട്ടാണ് കേട്ടോ. അമ്മ പറഞ്ഞു ചെറുപയറുണ്ട്, നീ പോയി എടുത്തോന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുക്കാൻ വന്നതാണ്. പിരി പോയി ചീര മുറിച്ച് ചീരയും പയറും വറവാക്കാം കേട്ടോ. ചെറുപയർ ഞാനിതാ കൊണ്ടുവന്നിട്ട് പിന്നെ ഒന്ന് കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചൊന്ന് കുതിർന്ന് കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് വേവും. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ കുറേ സമയം കുക്കറിലിട്ട് അടുപ്പിക്കേണ്ടി വരും. അപ്പോൾ കുറച്ച് സമയം ഇതൊന്ന് വെള്ളത്തിൽ കുതിരാനിടാം കേട്ടോ. അപ്പോൾ ഇത് ഇടുന്ന് കുതിരട്ടെ. അപ്പോഴത്തേക്ക് നമ്മളെ ചീര കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ മുറിച്ചിട്ട് കൊണ്ടുവരാം. ചീരയും ഞാൻ കുറച്ച് സമയം ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിന്നെ മുറിക്കുന്നില്ല കേട്ടോ. ഇപ്പം മഴയല്ലേ, മഴ പെയ്തിട്ട് ഫുള്ളിങ്ങനെ മണ്ണെല്ലാം തെറിച്ചിട്ട് നല്ലോണം മണ്ണുണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം ഇവിടെ വെള്ളത്തിൽ ഇങ്ങനെ കിടക്കിട്ട് എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ നല്ലോണം ഒന്ന് ഒലുമ്പി എടുത്തിട്ട് പിന്നെ മുറിച്ചെടുക്കാം. അപ്പോൾ ഞാൻ അപ്പോഴത്തേക്ക് വേഗം ചോറെല്ലാം വെക്കട്ടെ. ഇപ്പം ഇത് വെള്ളത്തിലിട്ടിട്ടില്ലല്ലോ എന്നുള്ള ഓർമ്മ വന്നത്. അപ്പോൾ കുറച്ച് സമയം ഇങ്ങനെ ഇത് വെള്ളത്തിൽ കിടക്കട്ടെ കേട്ടോ. അമ്മ ഇതാ ചപ്പെല്ലാം നല്ല ചെറുങ്ങനെ മുറിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിത് അതിലേക്കുള്ള അരപ്പിനുള്ള തേങ്ങയും പിന്നെ നമ്മളെ ഉണ്ടമുളകില്ലേ അതൊന്നും എടുത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ജീരകവും കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ട് അതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ചട്ടി അടുപ്പത്ത് വെച്ചു, എണ്ണ വെച്ചു. എണ്ണ ചൂടായാലും കടുക് ഇട്ട് കൊടുത്തു. സാധാരണ നമ്മൾ നോർമൽ വറവാക്കുന്ന പോലെ തന്നെ കേട്ടോ. എന്നിട്ട് ആ കടുക് പൊട്ടിയേരം ഇപ്പം ചതച്ച് വെച്ച ആ തേങ്ങയില്ലേ ആ തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ആ ഒരു പച്ചമണം പോകുന്നത് വരെ, ആ വെളുത്തുള്ളീൻ്റെയും എല്ലാം പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. തീ കുറച്ചിട്ടിട്ട് വേണം പിന്നെ ഇത് ഇങ്ങനെ ഇളക്കി കൊടുക്കാൻ, ഇല്ലെങ്കിൽ നമ്മൾ ഈ തേങ്ങ കരിഞ്ഞു പോകും കേട്ടോ. എന്നിട്ട് അമ്മിത നമ്മളെ മുറിച്ച് വെച്ച ചപ്പ് അതിലേക്ക് തട്ടി കൊടുക്കുക. എന്നിട്ടൊന്ന് നല്ലോണം വഴറ്റി കൊടുക്കുക. ഇത് വെന്ത് വരുന്നതിനില്ലേ ഇതിങ്ങനെ ഒരു വഴുവഴുപ്പ് പോലെ ആയിരിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതിന് വേറെ എന്തോ ഒരു പേരും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് രാവിലെ ഞാൻ ഫേസ്ബുക്കിൽ ഇതിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നേ. ആ പേര് ഞാൻ മറന്നുപോയി. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ ചീര വറവാക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിന്. അപ്പം ഞാൻ ഇങ്ങനെ ഗൂഗിളിലെല്ലാം നോക്കിയാൽ സിലോൺ ചീര എന്ന് കേട്ടിട്ട് ഞാൻ അങ്ങനെയാണ് കേട്ടോ അതിന് പേര് കൊടുത്തത്. അപ്പോൾ ഇതിന് വേറെ പേരെല്ലാം ഉണ്ടെങ്കിൽ അറിയുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ ഇതാ കുറച്ച് ആവശ്യത്തിനില്ലേ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ വഴറ്റുന്നേന ഇങ്ങനെ അതൊരു വഴുവഴുപ്പ് പോലെ വരും കേട്ടോ. എല്ലാവർക്കും ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടണം എന്നില്ല.
എന്നാലും കഴിഞ്ഞ പ്രാവശ്യം ആയാലും ഞാൻ വറവാക്കിയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്രാവശ്യം പക്ഷേ ഞാൻ വേറെ വെറൈറ്റി രീതിയിലാണ് ആക്കുന്നത്. കുറച്ച് ചെറുപയറും കൂടി ഇട്ട് കൊടുത്തിട്ടേ. അപ്പോൾ എൻ്റെ വറവ് അടുപ്പത്തുനിന്ന് റെഡിയാവുന്നത് കേട്ടോ. പ്രതിയേട്ടനയുടെ കാര്യമായ പരിപാടിയിലാണ്. ഭയങ്കര മഴയാണ്, അതുകൊണ്ട് സൗണ്ട് കേൾക്കുന്നുണ്ടോയെന്നൊന്നും അറിയില്ല. പാവത്തിന് ഞാൻ പണിയെടുപ്പിക്കുന്നുണ്ടോ അല്ല കേട്ടാ. ഇന്ന് കുറച്ച് ചിക്കൻ വാങ്ങിയിട്ടുണ്ട്. കുറേ നാളായല്ലോ നമ്മൾ വാങ്ങാത്തത്, കുറേ നാളായി നമ്മൾ ചിക്കൻ വാങ്ങാത്തത്. അപ്പം നമ്മൾ കുറച്ച് ചിക്കൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പ്രതിയായിട്ട് അത് മുറിക്കുവാണേ. മുറിച്ചിട്ടെല്ലാം മസാലയെല്ലാം പുരട്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാലേ നമുക്ക് വൈകുന്നേരം ആക്കാമല്ലോ. ഉച്ചക്കത്തേക്കുള്ള ഫുഡ് ഇപ്പോൾ പരിപ്പ് കറിയായി, പിന്നെ ഇപ്പോൾ ഇതാ വറവ് ഞാൻ ആക്കുന്നുണ്ടല്ലോ. അപ്പോൾ ചിക്കൻ വൈകുന്നേരം ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ റെസിപ്പി പറ്റുമെങ്കിൽ വൈകുന്നേരം എടുക്കാം കേട്ടോ. എപ്പോൾ പോസ്റ്റ് ചെയ്യാനൊന്നും അറിയില്ല, എടുത്ത് വെക്കാം എന്തായാലും. പ്രതിയാടിന ചിക്കൻ വെക്കണെന്ന് ഇന്ന് പ്രതിയാടിന ചിക്കൻ വെക്കുന്നത് കേട്ടോ. അപ്പോൾ എപ്പോഴും വറുത്തരച്ചിട്ട് തന്നെയാണ് വെക്കല്. നമ്മളെപ്പോഴും ഇങ്ങനെ വിചാരിക്കും കേട്ടോ, വെറൈറ്റി ഇങ്ങനെ രീതിയിൽ വെച്ച് നോക്കണമെന്ന്. പക്ഷെ നമ്മൾ ഒരുപാട് അംഗസംഖ്യ ഉള്ളതുകൊണ്ട് നമ്മളെപ്പോഴും വറുത്തരച്ചിട്ട് തന്നെയാണ് വെക്കുക. പിന്നെ എന്തായാലും ചിലപ്പം പ്രദീപേട്ടൻ്റെ സ്പെഷ്യൽ എന്തെങ്കിലും ആയിരിക്കും. അമ്മേനെ ഇപ്പുരിയുടെ കൊണ്ടിട്ടുള്ളതാണ്. അമ്മ വരുമ്പോൾ ചിക്കൻ മുറിക്കുന്നത് നോക്കിയിരിക്കുന്നുണ്ട് കേട്ടോ. അമ്മ വരുമ്പോൾ ചിക്കൻ മുറിക്കുന്നത് നോക്കിയിരിക്കുന്നുണ്ട്. ഒരു 2-3 മിനിറ്റ് ഇത് അടച്ചു വെച്ചതിന് ശേഷം തുറന്ന് നോക്കുമ്പോഴത്തേക്ക് നമ്മളെ ചീര നല്ലോണം വെന്തിട്ടുണ്ട്. അപ്പോൾ ചീര മാത്രമാണ് വറവാക്കുന്നതെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് ഒന്നിങ്ങനെ ഇളക്കി എടുക്കാം കേട്ടോ, ആ വഴുവഴുപ്പ് പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിതാ ആ ചീരയിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചെറുപയർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ട് വേവിച്ച ചെറുപയറാണ്, അതുകൊണ്ട് തന്നെ ചീരക്ക് ലേശം ഉപ്പ് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുണ്ടായിട്ടുള്ളൂ. അങ്ങനെ ചെറുപയർ ഇട്ട് കൊടുത്തിട്ട് ഇതാ നല്ലോണം ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് കുറച്ച് സമയം ഇങ്ങനെ അടുപ്പത്ത് വെക്കാം. ഈ ചപ്പിന് ചെറിയൊരു വഴുവഴുപ്പുള്ളതാണ്. അപ്പോൾ കുറച്ച് സമയം ഇങ്ങനെ അടുപ്പത്ത് വെച്ച് ഇങ്ങനെ ഇളക്കി എടുത്തു കഴിഞ്ഞാൽ ആ വഴുവഴുപ്പ് പോയി കിട്ടും. അപ്പോൾ നമ്മുടെ വറവ് സെറ്റായിട്ടുണ്ട്. എന്നാലും ആ വഴുവഴുപ്പ് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം കൂടെ അടുപ്പത്ത് തന്നെ വെക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ വറവെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ആ വഴുവഴുപ്പെല്ലാം പോയി. ഞാൻ ഇതെല്ലാവർക്കും ടേസ്റ്റ് ചെയ്യാനെല്ലാം കൊണ്ടു കൊടുത്തു കേട്ടോ, ഇഷ്ടപ്പെട്ടിനെ. അപ്പോൾ കുറച്ച് അമ്മക്കും ഏട്ടമ്മക്കും കൊടുക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. വറവുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ കുറച്ചിന് അവർക്ക് അപ്പുറത്തേക്ക് കൊടുക്കാം. രാത്രി ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ചോറ് അല്ലെങ്കിൽ പിന്നെ ഇതിന് രാത്രിക്കത്തേക്കും വേണ്ടല്ലോ. അപ്പോൾ വറവ് ഉണ്ടാവും ഒരുപാട് ഉണ്ട്. അപ്പോൾ ഇതാ നമ്മളെ ഫുഡെല്ലാം റെഡി ആയിട്ടുണ്ട്. പിന്നെ നല്ല പരിപ്പ് കറി, പയ്യന്നൂർ അമ്മ വെച്ച നല്ല സൂപ്പർ പരിപ്പ് കറിയാണ് കേട്ടോ. അതായത് ഇങ്ങനെ വെറുങ്ങനെ കൂട്ടാൻ തന്നെ ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ എൻ്റെ സ്പെഷ്യൽ ചെറുപയറും മറ്റേ സിലോൺ ചീരിയും വറവ്, പിന്നെ അച്ചാറ്, പിന്നെ ഒരു സാധനം കൂടി ഉണ്ട്. ഇപ്പുറത്തെ കൈ കൊണ്ടെടുക്കും, കൈ കഴുകട്ടെ ഒന്ന്. അമ്മ നാരങ്ങക്കറി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ മാതള നാരങ്ങ എന്ന് പറയും കണ്ട, കറി വെക്കുന്ന നാരങ്ങയില്ലേ, അത് കറി തന്നെയാണ് കേട്ടോ. അച്ചാറുകളൊന്നും പറയാൻ പറ്റില്ല, കറി. അപ്പോൾ അതും എടുക്കുന്നുണ്ടേ. അപ്പോൾ എല്ലാം കൂടെ കൂട്ടി കഴിച്ചിട്ടാ. സൂപ്പർ കേട്ടോ. നല്ല റേഷനരി ചോറുമാണ്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇനി പോയി ഇരുന്ന് കഴിക്കട്ടെ. ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ തന്നെ നിന്ന് കഴിച്ചതാണ്. ഹാളിൽ പോയി കഴിഞ്ഞാൽ വലിയ ക്ലിയറൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇങ്ങോട്ട് ആകുമ്പോൾ ഇപ്പം പ്രതിയായിട്ട് അടുക്കളയിൽ 2 ലൈറ്റെല്ലാം ആക്കി തന്നിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ചൊരു വെളിച്ചെല്ലാം ഉണ്ടല്ലേ. അപ്പോൾ നല്ല പരിപ്പ് കറി കേട്ടോ. നമുക്ക് അല്ലെങ്കിൽ അമ്മേൻ്റെ പരിപ്പ് കറി ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അത് വെക്കുമ്പം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ അന്നേരം ഒരു 11 മണി 11:30 ടൈമിൽ ഞാൻ ട്യൂഷൻ എടുക്കലായിരുന്നു കേട്ടോ. ഞാൻ ചെമ്പന്തൊട്ടി സ്കൂളിലെ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കലുണ്ട്. അപ്പോൾ അവർക്കിന്ന് സ്കൂൾ ലീവായതുകൊണ്ട് അവർക്കിന്ന് നേരത്തെ ട്യൂഷൻ വെച്ചു. അപ്പോൾ ആ സമയത്ത് ഞാൻ ട്യൂഷൻ എടുക്കലായിരുന്നു. അതുകൊണ്ട് അമ്മേൻ്റെ പരിപ്പ് കറീൻ്റെ റെസിപ്പി കാണിക്കാൻ പറ്റിയില്ല കേട്ടോ. നല്ല അടിപൊളി പരിപ്പ് കറിയാണ്.
അപ്പോൾ എന്തായാലും ഞാൻ ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ എൻ്റെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പം എല്ലാ സ്ഥലങ്ങളിലും ഈ ഒരു ചീര കാണാനുണ്ടാവും. ഈ ഒരു സമയത്ത് തന്നെയാണ് കേട്ടോ ഇതുണ്ടാവുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.